ഈ പടകാളി ഹാർമോണിയത്തിൽ വായിക്കുന്നത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. സാധാരണ കേട്ടിട്ടുള്ളതൊക്കെ പാടിയിട്ടൊക്കെ വൈറലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഹാർമോണിയത്തിൽ എങ്ങനെ ഈ പടകാളി ചെയ്യാൻ പറ്റുന്ന നീ ആദ്യം വിചാരിച്ചേ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് ഹാർമോണിയത്തിൽ ഇതുവരെ വായിച്ചില്ല, പടകാളി എന്ന് പറയുന്ന സാധനം. അപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരു വരമ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരു 2 years ബാക്ക് ആട്ടോ. അവിടെ എന്റെ ചേട്ടന്മാരനെ നടത്തുന്നത്, സ്വന്തമായിട്ടുള്ള ചേട്ടന്മാരല്ല, സ്വന്തം ചേട്ടന്മാരെ പോലുള്ള ആളുകൾ നടത്തുന്ന 3 ആളുകളാണ്. അവരുടെ ചിന്ത എന്നുള്ളതാണ് ഈ വരമ്പ്. അതിൽ ലാസ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത് പാട്ടിൻ്റെയാണ്. ഞങ്ങൾ 2-3 സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാട്ടിരുത്തത്തിൽ ഞാൻ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ചുമ്മാ ഒരു പാട്ട് വായിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ പടകാളി വായിച്ചതാ. അപ്പോൾ അതേ സമയത്ത് അത്ര നേരം വീഡിയോ എടുക്കാത്തൊരു ചേട്ടൻ, അതുൽ റഹ്മാൻ, ആ ചേട്ടനായിട്ട് എല്ലാ ക്രെഡിറ്റ്സും. ചേട്ടൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ ഉറങ്ങിയപ്പോഴാണ് കണ്ടല്ലേ റഹ്മാൻ ഷെയർ ചെയ്തത്. ആ ആള് പറഞ്ഞിട്ടല്ലേ നീ അറിഞ്ഞത്? അതെ അതെ, ഇല്ലാണ്ട് കല്ലാണ്ട് കണ്ടിട്ടല്ല. എന്നെ വിളിച്ചു പറയുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റോറി എടുത്ത് നോക്കിയാ. ഈ സാധാരണ നമ്മൾ ഉണർന്നിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മള് ആ ഒരു രീതിയിൽ. ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ വിചാരിച്ചിട്ടുണ്ടോ ഇത് സ്വപ്നം എന്തെങ്കിലും? അല്ല, അത് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്താ പറയാ, അതൊരു പ്രത്യേക ഒരു ടൈമായിരുന്നു. നമുക്കതിനെ എങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്താണ് ആ സമയത്ത് ഫീലിംഗ്. സങ്കടാണോ വിഷമാണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ശരൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം പെർഫോം ചെയ്തിട്ടുള്ളത്. ആരുടെയൊക്കെ ഒപ്പം ലിസ്റ്റ് ഒന്ന് എടുത്തേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ MG ശ്രീകുമാർ സാറുടെ ഒപ്പം ഉണ്ട്, ശരത് സാറുടെ ഒപ്പം വേദി ഷെയർ ചെയ്യാൻ പറ്റി, ഹരിശങ്കരേട്ടൻ്റെ ഒപ്പം പറ്റി, ഹരീഷ് രാമകൃഷ്ണൻ സാറുടെ ഒപ്പം പറ്റി, മധുഭൂഷണൻ ചേട്ടൻ്റെ ഒപ്പം പറ്റി, മൃദുല ചേച്ചി, അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ, അങ്ങനെ മോസ്റ്റ് ഓഫ് എല്ലാവർക്കും വായിക്കാൻ പറ്റി. പല ആൾക്കാരുടെയും പല പല എക്സ്പീരിയൻസസ് ആ കിട്ടുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടടിച്ചു പോയിട്ട് നിന്നിട്ടുള്ള ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അത് ഹരിശങ്കരേട്ടൻ തന്നെ ആയിരിക്കും ഓഫ് കോഴ്സ്. കാരണം ഞാൻ ഇങ്ങനെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കോഴിക്കോട്, വലിയൊരു ഹോർത്തൂസ് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിശങ്കരേട്ടന് വരുന്ന കണ്ടു. ഞാൻ പിന്നെ പുള്ളീനെ അങ്ങോട്ട് ഞാൻ നോക്കിയില്ല, കാരണം എനിക്ക് പേടി. പെട്ടെന്ന് ഇനിയിപ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തോണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാണ്ട് ഇങ്ങോട്ട് തന്നെ ഇരുന്ന് വായിച്ചു. പുള്ളി ബാക്കിൽ വന്ന് തോണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു. അത് നമ്മൾ സാധാരണ ഒരു ലിമിറ്റൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ വളരെ ഭവ്യതയോടെ, പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വേണ്ടി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അയ്യോ പുള്ളി ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആള് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ. ആ പ്രോഗ്രാമിന്റെ എന്താ പറയാ, ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഒരാളെ ആള് കണ്ടിട്ടേ ഇല്ല. അയ്യോ, അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളാ, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇത്രയും വളർന്നു വരുമ്പോ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതെ അതെ, അത്രയും വലിയൊരാള് എന്താ പറയാ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതൊക്കെ വലിയൊരു കാര്യം തന്നെ. നമുക്ക് ഒരു നിങ്ങളുടെ ആ ഒരു ടീമിന്റെ ആ പഞ്ച് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം, പവർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഏതാ പാട്ട്? എന്തെന്നും വന്നില്ലോ എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എന്തെന്നും വന്നില്ല കേൾക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സജഷൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. വായിക്കേ. ഓക്കെ.
ശരിക്കും പറഞ്ഞാൽ ഈ കൈയും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു മജീഷ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് പാട്ട് കിട്ടിയാലും വായിക്കുന്നു. അങ്ങനെയല്ല, ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പാടാൻ പറ്റും കൂടെ? ഓക്കെ. ക്രോണിക് ബാച്ചിലർ സിനിമയിലെ സ്വയംവര ചന്ദ്രിക. ഇപ്പൊ ഈ ഹാർമോണിയൊക്കെ വായിക്കുമ്പോഴേക്കും അതായത് കൊറേ ഫാൻ ഗേൾസ് ഉണ്ടാവുമല്ലോ, അതിന് അവിടെ നിന്ന് ചുമക്കുന്നു. പറ കേക്കട്ടെ, എന്നോട് മാത്രം പറഞ്ഞാ മതി, ആരും കേട്ടില്ല. പറഞ്ഞോ, ആരെങ്കിലും ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവൻ കൊറേ കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഒളിക്കുന്നുണ്ട്, നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് ശരിക്കും. അല്ല അങ്ങനെയല്ല, അങ്ങനത്തെ ഇഷ്ടമല്ല, പ്ലേയിങ് ഇഷ്ടം അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തോട്ട് ഏകദേശം ഒക്കെ മനസ്സിലാവും എന്തിലോട്ടാ പോകുന്നത്. സോ ഇപ്പോ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോ ഉണ്ടല്ലോ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വന്ന് വീഴാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ മറ്റേ സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴേക്കും ഒരുപാട് അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ് ലൈവ്. പക്ഷെ അതിന്റെ ഒരു സന്തോഷം, മീൻസ് സന്തോഷമല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം കാണുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് പ്രോഗ്രാം കാണുമ്പോ ഈ തെറ്റ് പറ്റുമ്പോ അവർക്കൊരു സമാധാനം ഉണ്ടാവും. കാരണം ഇത് ലൈവാ വായിക്കുന്നത്, ലൈവില് തെറ്റ് പറ്റും. പക്ഷെ ആ സത്യം പറഞ്ഞ മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമാണ്. കാരണം അവര് എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അത് തെറ്റ് പറ്റും. എനിക്കൊക്കെ ഒരുപാട് ഫോൾട്ട് പറ്റുന്ന ആളാണ് ലൈവില് വായിക്കുമ്പോൾ. കാരണം അത് ലൈവാണ്, മനുഷ്യന്മാരാകുമ്പോൾ തെറ്റ് പറ്റും. പക്ഷെ ആ ചെറിയ ഇംപെർഫെക്ഷൻസ് ആണ് ഒരു പ്രോഗ്രാമിന് സത്യം പറഞ്ഞ് ഭംഗിയാക്കുക ചിലപ്പോ. പിന്നെ തെറ്റ് പണ്ടൊക്കെ തെറ്റ് പറ്റിയത് തെറ്റായിട്ട് ഇങ്ങനെ കിടന്നു, ഓ അയ്യോ, ഇപ്പൊ നമ്മൾ ആ തെറ്റിന് എങ്ങനെയെങ്കിലും ഇങ്ങനെ മാറ്റി എന്തെങ്കിലുമൊക്കെ ആക്കും. അതുപോലെ പക്ഷെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാമിന്റെ. നമ്മുടെ പെരുമാറ്റം കൊണ്ടുണ്ടായ പ്രശ്നമല്ല, മീൻസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു പ്രോഗ്രാമിന് പോയേ, ഞാനൊരു ബാൻഡിനൊപ്പം പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കീബോർഡ് വായിക്കാം, നീ കേൾക്കണത് കാര്യം കീബോർഡ് വായിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടെ എനിക്ക് അവിടുത്തെ ആരെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട് ഒന്നും അറിയാം. ഞാൻ വേറൊരു ബാൻഡിന്റെ ഒപ്പം പെർഫോം ചെയ്യാൻ പോവാണ്, വേറൊരു എന്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി പോകുന്ന. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമിന് കയറി ഇങ്ങനെ കീബോർഡിന് 2 ലെയർ കീബോർഡ് എന്നേക്കാൾ ഹൈറ്റുള്ള, ഞാൻ ആ സ്റ്റാൻഡും കീബോർഡൊക്കെ പുതിയത് മേടിച്ച് അന്ന് പെർഫോം ചെയ്യാൻ കയറുക. അപ്പൊ ഇത്രയും എനിക്ക് അതിന്റെ ഹൈറ്റ് അടിച്ചു. അപ്പൊ എനിക്ക് സ്റ്റേജിൽ അധികം കാണുന്നില്ല, അത്ര വലിയ കീബോർഡ് സെറ്റ് ചെയ്തിരിക്കും. നമ്മുടെ മൈക്കിൽ സംസാരിക്കാൻ ആങ്കർ കൊടുക്കുന്ന ഒരു മൈക്കുണ്ട്, അതിന്റെ മോട്ടർ ഞങ്ങൾക്ക് കേൾക്കില്ല, എനിക്ക് കേൾക്കില്ല. അപ്പൊ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഞാനത് കണ്ടില്ല കേട്ടോ, ചേട്ടൻ അവിടെ വരുന്നുണ്ട്, പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്നിട്ട് അതിന് മുമ്പ് വേറൊരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ട്, ചിത്ര എന്ന് പറഞ്ഞിട്ട്, ചിത്ര ചേച്ചിയല്ല, അല്ലാണ്ട് അതുപോലെ ചേച്ചിയുണ്ട്. അവര് പാട്ട് പാടിയിട്ട് മൈക്ക് അവിടെ വെച്ചേ, ചേച്ചി വേറെ ആൾ ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്തോ പറയുന്നു. പക്ഷെ ഞാനത് കേൾക്കുന്നില്ല, ഞാൻ ഇവിടെ എൻ്റെ സൗണ്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങേര് പെട്ടെന്ന് തിരിഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, ഞാൻ കീബോർഡ് ഓഫ് ആക്കിയിട്ട് ചേട്ടൻ പാടിക്കോ പറഞ്ഞു. അല്ല, അദ്ദേഹമായിരുന്നു പരിപാടിയുടെ ഓണർ. അപ്പൊ എന്നിട്ട് നിന്നൊന്നും പറഞ്ഞില്ല? അല്ല, ഞാൻ അതവിടെ ഇഷ്യൂ ആയി. പക്ഷെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നമ്മളോട് ഭയങ്കര ഹാർഷായിട്ട് അങ്ങോട്ട് നിർത്തി പറഞ്ഞു. പക്ഷെ എനിക്കത് കേൾക്കുന്നില്ല, പുള്ളി വർത്താനം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്നിട്ട് എന്താണ് ഇങ്ങനെ കേറുന്നേ കണ്ടുള്ളൂ, പക്ഷെ വർത്താനം പറയുന്നൊന്നും അറിയില്ല. പുള്ളി പാടാൻ വന്നതാന്ന് വിചാരിച്ചു, പുള്ളി നമ്മളെ പറ്റി പറയാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെയൊക്കെ അബദ്ധം പറ്റിട്ടോ. അത് പിന്നെ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോ തെറ്റിപ്പോയിട്ടുള്ളൊരു എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? ഞാൻ തെറ്റിപ്പോയത് പറഞ്ഞ, നമ്മൾ ഇതിൽ സ്കെയിൽ ചേഞ്ചർ ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ നമ്മള് ചിലപ്പോ ശ്രുതിയൊക്കെ സീക്കും. നിനക്ക് സിമ്പിൾ, നമുക്ക് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇങ്ങനെ റെയിൽ പോലെ ഹാർമോണിയത്തില് പുതിയ ഹാർമോണിയങ്ങളിലൊക്കെ ഉണ്ട്.
ഇപ്പൊ നമുക്ക് ശ്രുതിയിൽ ഇങ്ങനെ വായിക്കണമെങ്കിൽ ചില നമുക്ക് ഈ ഷാർപ്പ് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും ഷാർപ്പ് നോട്ട്സ് അത്ര കംഫർട്ടബിൾ അല്ല. ഞാനത് തന്നെ സ്കെയിൽ ചേഞ്ച് ചെയ്ത് വായിക്കും. എന്നിട്ട് വേറെ ആള് വന്ന് പാടുമ്പോ അവരുടെ സ്കെയിൽ പറയും, ഞാൻ ഇത് മാറ്റാൻ മറന്നിട്ടുണ്ടാവും, കാര്യമായിട്ട് ഞാൻ വായിക്കും. അപ്പൊ വേറെ മൊത്തത്തില് മാറിപ്പോകും.